ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ നൈബേഴ്സ് കുറച്ച് പേര് കൂടിയിട്ട് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലഞ്ച് പ്രിപ്പറേഷനാണ്. മെയിൻ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മുളക് ബജിയും മറ്റേത് ബ്രിഞ്ചാൾ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ സ്പെഷ്യൽ മുളക് ബജിയാണ്. ആദ്യം മുളക് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മസാല വെക്കും. അതാണ് കേട്ടോ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഒണിയനാണ്. ഒണിയൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ചറാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ മുറ്റത്തുണ്ടായിട്ടുള്ള മല്ലിയിലയാണ് പറിച്ചിട്ട് അത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഇവിടെ മുളക് ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. डाल सकते हैं लेकिन मैं लाया नहीं। Crispy. Okay, you can talk. You will not show your face, but you can talk. Your sound will come. अभी इतना खा लेंगे तो अभी बाद में तो वो होगा ना, खाना कैसे खाएंगे? इसको चाहिए ऊपर से लेके एक्स्ट्रा से खा सकते हैं ना अभी? चाहिए तो खा सकते हैं. ये नहीं खा सकते, ये आंटी ये देगा, ये स्पाइसी है, दिस वन इज स्पाइसी, ओके? So good. അങ്ങനെ അവരുടെ സ്പെഷ്യൽ മുളക് ബജിയൊക്കെ ഉണ്ടാക്കിയത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കാൻ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അവരാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡിഷാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. Not that one. Yes. Come this side. Zayan, you take. Not 12, You take. 12:40 maybe. Oh, take one. 35. You don't want? Why? You don't want? You have what? Oh, he's taking the whole. Okay, you take. You take. Zayan. You take. You can sit that side. Sit that side and eat You take. properly. It's okay, Api. हाँ, okay. Zayan also coming. Let him come. Yummy. आ जाओ. एमी जयान. ये कौन देखेगा? ये लाल का Eat with this masala. Oh. Okay. पानी पूरी. Pani puri. Brinjal puri. This is brinjal puri. One more little customer. Ah, Zayan. You say how is it? Go let's sit. Zayan? It's yummy. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളുടെ മെയിൻ ഫുഡിനുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ദാൽ കറി ഉണ്ടാക്കണത്. हाँ नहीं धोया ही है, मुश्किल नहीं. कब डालोगे? क्या वो लास्ट में ले. अभी सीधे रखता हूँ. Oh, this plate is so beautiful. मसाला. Zayan? अभी दाल उसके अंदर पानी के अंदर डालो. Where is Rua baby? You like Rua baby? You want food? Say, you want food?
Zayan is taking the video. Catch this. Oh, oh, not here. Here. Zayan. Wow. अभी एक बार Zayan taking video. इधर से ये अच्छा पानी है मेरा वो किधर डाल दो ना डोके ना कट करूंगा This is for what? Egg curry? फ्राई Egg fry. Dua. Dua നോക്കണ് കുക്ക് ചെയ്യണത് നോക്കണ് ബേബി ഹലോ പറഞ്ഞ ഹലോ. അപ്പോൾ ഇതേ ദാൽക്കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ആ സ്മാഷർ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ മറ്റേ എഗ് ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴന്ന് വന്നപ്പം അതിലേക്ക് ഈ മുട്ട പുഴുങ്ങിയ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല പൗഡേഴ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അങ്ങനെയുള്ള ബേസിക് മസാലകളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഈ ഒരു എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എഗ് ഫ്രൈ ഒക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഇവിടെ ബംഗാളി സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്തിട്ട് അത് പീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് ബ്രിഞ്ചോൾ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് ഉണക്കമുളകുകൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. all these are for these two items potato bhatta and brinjal bhatta Bhatta. one kind of mashed potato or brinjal mashed brinjal in English That is bhatta. in local language is bhatta. ആദ്യം തന്നെ ഈ ഒരു ബ്രിഞ്ചാൾ ബർത്ത ഉണ്ടാക്കാൻ മസ്റ്റാർഡ് ഓയിലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് യൂസ് ആക്കുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ഈ 2 ഡിഷിലും മസ്റ്റാർഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു കുഴപ്പമുണ്ടാതെ യൂസ് ചെയ്യണോണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി പൊട്ടാറ്റോ ബർത്ത ഉണ്ടാക്കുമ്പോൾ മസ്റ്റാർഡ് ഓയിൽ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്തത് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ മസാല തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യണ ടൈമിൽ ഇക്കു ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇക്കുൻ്റെ കയ്യിലാണ് റുവ ഉള്ളത്. പിന്നെ ഇടയ്ക്ക് റുവാനെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വരും. അതാണ് നേരത്തെ കാണിച്ചത് കേട്ടോ. ഇപ്പോൾ റുവമോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇക്കുവിന് 3 മണി തൊട്ടിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ പോണേന് മുന്നേ ഇക്കുവിന് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇക്ക് ഓഫീസിൽ പോണ കാരണം കൊണ്ട് അവരുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഇക്കുവിന് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അവർ മറ്റേത് വെച്ചിട്ടില്ല. എനിക്ക് മസ്റ്റാർഡ് ഓയിൽ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ
ഇത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള സംഭവം, മറ്റേത് എഗ്ഗ്, ഇത് ചിക്കൻ പക്കോട, ഇത് ദാൽ. ചിക്കൻ സൂപ്പറാ. ചിക്കൻ പൊരിക്കാൻ പോലെ തന്നെ. നോക്കട്ടെ, ക്രിസ്പിയാ. ഗിവ് മീ വൺ. ഞാൻ ട്രൈ ആക്കിയിട്ടില്ല. നല്ല സുഖം. അത് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെക്കണ പോലത്തെ കറിയാണ്. ഇതിൽ ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്. പുളിയും ക്രിസ്പി. നല്ല ഇഷ്ടമായി ചിക്കൻ. ഈ ദാൽ കറി എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെക്കുമ്പോൾ കുറച്ച് എരിവല്ലേ കൂടുതൽ, കുറച്ച് പുളിയൊക്കെ ആയിട്ട് എരിവുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ദേ ഞങ്ങൾക്കുള്ള ചിക്കൻ പക്കോട കൂടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. White rice, dal, egg fry, chicken pakodi with onion, aloo bharta, बैगन भरता. അപ്പോൾ ദേ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഓരോ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.